നമ്മൾ ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന പ്ലാറ്റ്ഫോം എന്നൊന്നും വാശി പിടിക്കണ്ട. ഇപ്പം നമുക്ക് നല്ലൊരു സെയിൽസ് ആമസോണിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ ആമസോണിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അതേപോലെ ഫ്ലിപ്കാർട്ടിൽ ചെയ്യണം. ഇനി ഇവിടെയൊക്കെ കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് ഷോപ്പിഫൈയിൽ സെയിൽ കൊണ്ടുവരാം, മെറ്റ ആഡ്സ് റൺ ചെയ്ത് സെയിൽസ് കൊണ്ടുവരാം. പിന്നെ എപ്പോഴും നമുക്ക് മെറ്റയ്ക്ക് പൈസ അടച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ കോമ്പറ്റീഷനിൽ നിന്ന് എത്രമാത്രം നമുക്കൊരു സാധ്യത കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കി ചെയ്യുക എന്നുള്ളതാണ് ബെറ്റർ. എങ്ങനെ കളിച്ചാലും നമുക്ക് ബിസിനസ് കിട്ടും. കാര്യം ഇത് ഇന്ത്യയാണ്, ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പുറത്തൊക്കെ സെല്ല് ചെയ്യുന്നു. ഇപ്പോൾ പലരും പറയും നമ്മൾ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ഇട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെയിൽസ് നമുക്ക് കിട്ടും. അതിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. കുറേ പ്രോഡക്ട്സ് നമ്മൾ ഒരുപാട് സ്റ്റോഴ്സ്, ഒരുപാട് ബിസിനസ്സിന് ആ ഒരു രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് സെയിൽസ് വരുത്താൻ പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി 500 രൂപ താഴെയുള്ള പ്രൊഡക്റ്റുകൾ, 99 രൂപയുടെ പ്രൊഡക്റ്റുകൾ. അപ്പം നമ്മൾ ചോദിക്കും ചിലപ്പോൾ ഈ ചെറിയ പ്രൊഡക്റ്റ് ഇട്ട് എങ്ങനെ ഷിപ്പിംഗ് കോസ്റ്റ് മുതലാവും. അതിനുള്ള ഒരു ഐഡിയ ആണ്, ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അപ്സെല്ല് ചെയ്യുക, ക്രോസ് സെല്ല് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ഇ കൊമേഴ്സ് സ്റ്റോറിൽ സെല്ല് ചെയ്യാൻ പറ്റും. അതായത് 99 രൂപയുടെ പ്രോഡക്റ്റിൻ്റെ അപ്പോൾ ഒരു 45 രൂപയുടെ പ്രോഡക്റ്റ്, ഒരു 20 രൂപയുടെ പ്രോഡക്റ്റ്, ഒരു 15 രൂപയുടെ പ്രോഡക്റ്റോ ഒരു ബണ്ടിലായിട്ട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ലാഭിക്കാൻ പറ്റും, പ്രോഫിറ്റും കൂട്ടാൻ പറ്റും.